ഇല്ലാതെ ബംഗ്ലാദേശിന് നിലനിൽക്കാൻ പോലും കഴിയില്ല എന്നതിനാൽ ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിന്റെ മനോഭാവം വളരെ നിരാശാജനകമാണെന്ന് മുൻ നയതന്ത്രജ്ഞൻ സുരേന്ദ്രകുമാർ. ഇത് വളരെ നിരാശാജനകവും ദുഃഖകരവുമായ ഒരു സംഭവ വികാസമാണ്. ഇന്ത്യ ബംഗ്ലാദേശിനായി വളരെയധികം കാര്യങ്ങൾ ചെയ്തു. ഇന്ത്യയില്ലാതെ ബംഗ്ലാദേശ് ഇല്ലായിരുന്നു. 1971 യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്ത്യ അവർക്ക് വേണ്ടി ചെയ്തത് നമുക്ക് മറക്കാൻ കഴിയില്ലെന്ന് ഖാലിദ സിയയുടെ മകൻ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് കോർഡിനേറ്ററായ നിലവിലെ സർക്കാരിന് അതിൻ്റെതായ വഴികളുണ്ടെന്നും കുമാർ ANIയോട് പറഞ്ഞു. സർക്കാരിന്റെ ഗുണ്ടകളാണ് ഹാദിയെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഇപ്പോഴും പറയുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച കഴിഞ്ഞ വർഷം ജൂലൈയിലെ പ്രക്ഷോഭത്തിന് പിന്നിലെ പ്രമുഖരിൽ ഒരാളും ഇൻഖിലാബ് മോർച്ച കൺവീനറുമായ ഷെരീഫ് ഉസ്മാൻ ഹാദി ഡിസംബർ 12 ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് ഒരു റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ അടുത്തുനിന്ന് വെടിയേറ്റ് ഡിസംബർ 18 മരിച്ചതായി പ്രഖ്യാപിച്ചു. രാജ്യവുമായുള്ള ബന്ധം പുതുക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ തങ്ങൾക്കെതിരെ ചെയ്ത അതിക്രമങ്ങൾ അവർ മറന്നുപോയത് എന്തുകൊണ്ടാണെന്ന് കുമാർ ചിന്തിച്ചു. ഇനി ജനറൽ സിയയുടെ കീഴിലുള്ള സൈന്യം ഏകദേശം 3 ദശലക്ഷം കിഴക്കൻ പാകിസ്ഥാനികളെ കൊന്നൊടുക്കുകയും ഏകദേശം 3 ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത പാകിസ്ഥാനുമായി ഇത്തരമൊരു ബന്ധം സ്ഥാപിക്കാൻ പോകണോ? ആ ക്രൂരതകളെല്ലാം മറക്കണോ? എല്ലാ കൂട്ടക്കൊലകളും മറക്കണോ? സൈനികമായി ഒത്തുതീർപ്പാക്കണോ? അവ അർദ്ധശൂന്യമാണ്. വാസ്തവത്തിൽ ആരാണ് നിങ്ങൾ ചൈനീസ് വംശജരായ ഈ FJ-17 വാങ്ങും? വ്യോമസേന ബംഗ്ലാദേശ് വ്യോമസേനയെ മനുഷ്യനിർമ്മിച്ചത്, അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിന്റെ അഭിവൃദ്ധി ഉറപ്പാക്കാൻ ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ നല്ല ബന്ധത്തിലേക്കുള്ള വഴി ഇതല്ല. നല്ല ബന്ധം പുലർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വൈദ്യുതി ഇവിടെ നിന്ന് പോകുന്നു. അതിർത്തി കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ചു. ജല പങ്കിടൽ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.